ഒരു തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ എങ്ങനെ തകർക്കുന്നു എന്ന് കാണണമെങ്കിൽ വെസ്റ്റ് ബംഗാളിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം ബംഗാളിൽ നടക്കുന്ന അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഒപ്പം തന്നെ ബുൾഡോസർ രാജിൽ പ്രതിഷേധിച്ചുകൊണ്ടുമൊക്കെ മമതാ ബാനർജി നിയമസഭാ സമുച്ചയത്തിലുള്ള ഡോക്ടർ ഭീംറാവു അംബേദ്കറുടെ പ്രതിമയ്ക്ക് സമീപം ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചു. അതായത് മമത നേരിട്ട് തന്നെയാണ് ആ പ്രതിഷേധം സംഘടിപ്പിച്ചതും പ്രതിഷേധം നടന്നതും. പക്ഷെ ആ പ്രതിഷേധത്തിൽ TMCയുടെ 80 MLA-മാരിൽ ആകെ പങ്കെടുത്തത് 36 പേർ, 46 MLA-മാർ പങ്കെടുത്തില്ല. ഇതോടുകൂടി മമതയ്ക്ക് കാര്യം മനസ്സിലായി. തന്റെ പാർട്ടിയും തന്നെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു, തന്റെ MLA-മാർ തന്നെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു, പാർട്ടി തകർച്ചയിലാണ്. അവിടെ കൊണ്ടും അവസാനിച്ചില്ല. മമതയുടെ ഏറ്റവും സ്ട്രോങ് ഹോൾഡ് ഏരിയയായ നോർത്ത് 24 ഫർഗാനയിലെ 2 മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലർമാർ അപ്പാടെ രാജിവെച്ചിരിക്കുന്നു. അവർ BJP-യിൽ ചേരുമെന്നും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഏതായാലും അവിടുത്തെ 2 നഗരസഭയുടെ ഭരണവും TMCക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ള മറ്റൊരു വാർത്ത. 44 MLA-മാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തില്ല, അവർ എത്തിയതുമില്ല. അവിടെ ഈ MLA-മാരിൽ ചിലർ പറയുന്നത് മമത അടച്ചിട്ട മുറിയിലിരുന്നാണ് ചില തീരുമാനങ്ങൾ എടുക്കുന്നത്, അതുകൊണ്ട് യാതൊരു കാര്യവുമില്ല, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർ ജയിച്ചു കയറുമെന്ന് പറയുന്നു. ഇനി ഈ 44 MLA-മാർ എപ്പോൾ BJP-യിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ മാത്രം മതിയാകും. അതായത് മമതാ ബാനർജിയെ സംബന്ധിച്ച് അവരുടെ തട്ടകം പാടെ തകർന്ന് തരിപ്പണമായി തുടങ്ങിയിരിക്കുന്നു. കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ ഇപ്പോൾ അവരെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന 36 MLA-മാരിൽ, അതായത് മമതയോടൊപ്പം നിൽക്കുന്ന 36 MLA-മാരിൽ എത്ര പേർ മറുകണ്ഠം ചാടുമെന്ന് കത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.